നമസ്കാരം, ലൈവ് അറ്റ് 6 സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ഷർട്ട് വിവാദം കത്തിപ്പടരുന്നു. ക്ഷേത്രാചാരങ്ങൾ തീരുമാനിക്കുന്നത് ശിവഗിരിയും മുഖ്യമന്ത്രിയുമല്ലെന്ന NSS ജനറൽ സെക്രട്ടറി. ഇക്കാര്യത്തിൽ തനിക്ക് സുകുമാരൻ നായരെക്കാൾ യോഗ്യതയുണ്ടെന്ന് തിരിച്ചടിച്ച സ്വാമി സച്ചിദാനന്ദ. ക്ഷേത്രങ്ങൾ എല്ലാ മതക്കാർക്കും തുറന്നുകൊടുക്കണമെന്നും ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ്. മന്നം ജയന്തി സമ്മേളനത്തിൽ പരസ്പരം പുകഴ്ത്തി രമേശ് ചെന്നിത്തലയും G സുകുമാരൻ നായരും. രമേശ് ചെന്നിത്തല NSSന്റെ പുത്രൻ. സുകുമാരൻ നായരുടെ രാഷ്ട്രീയ ഇടപെടൽ ആശാവഹമെന്ന് രമേശ് ചെന്നിത്തല പെരുന്നയിലെത്തിയ ദിവസം സർക്കാരിനെതിരെ പുതിയ അഴിമതി ആരോപണവുമായി VD സതീശൻ. കലൂർ അപകടത്തിലെ ഗുരുതര സുരക്ഷാ വീഴ്ച വെളിവാകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സംഘാടകരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. അനാഥരാവില്ലാരും, അനാഥരാക്കാൻ പറ്റില്ല. കാരണം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. കടബാധിതരെയും അനാഥരാക്കാൻ പറ്റില്ല. വയനാട് ദുരന്തത്തിനിരയായവർക്കുള്ള ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി സർക്കാർ. രണ്ടാം ഘട്ട പുനരധിവാസ പാക്കേജ് ഫെബ്രുവരിയോടെ. നിർമ്മാണ ഭൂമിയിൽ ശാസ്ത്രീയ പരിശോധന നടത്തും. 5 സെന്റ് ഭൂമിയെ നൽകൂ എന്ന കടുംപിടുത്തമില്ലെന്ന് K രാജൻ. കണ്ണൂർ വളകൈ അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധ. ബസിന്റെ ബ്രേക്കിന് തകരാറില്ലെന്ന MVD. നേദ്യയ്ക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. കൊല്ലത്ത് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം. ഗർഭിണി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ S ജയചന്ദ്രൻ നായർ അന്തരിച്ചു. അന്ത്യം ബംഗളൂരുവിലെ മകന്റെ വസതിയിൽ. വിടവാങ്ങിയത് മാഗസിൻ ജേർണലിസത്തിലെ അതികായൻ. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഖേൽരത്ന പുരസ്കാരം 4 പേർക്ക്. സജൻ പ്രകാശ് ഉൾപ്പെടെ 32 പേർക്ക് അർജുന പുരസ്കാരം. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റ് നാളെ. സിഡ്നിയിൽ രോഹിത് ശർമ്മ കളിക്കില്ലെന്ന അഭ്യൂഹം. വിശദമായി നോക്കാം. ഷർട്ട് വിവാദം കത്തിപ്പടരുകയാണ്. NSSും ശിവഗിരി മഠവും തമ്മിൽ ഇന്ന് നേർക്കുനേർ പോരിനിറങ്ങി. ക്ഷേത്രാചാരങ്ങൾ തീരുമാനിക്കുന്നത് ശിവഗിരിയും മുഖ്യമന്ത്രിയും അല്ലെന്ന് പറഞ്ഞ് NSS ജനറൽ സെക്രട്ടറിയാണ് ഇന്ന് ആദ്യം പ്രതികരിച്ചത്. മറ്റു മതങ്ങളുടെ ആചാര വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്നും G സുകുമാരൻ നായർ ചോദിച്ചു. ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിച്ച പ്രവേശനം സംബന്ധിച്ചാണ് സ്വാമി സച്ചിദാനന്ദയെ പിന്തുണച്ച് മുഖ്യമന്ത്രി. അപ്പോൾ അവരെല്ലാം കൂടെ തീരുമാനിച്ചു ക്ഷേത്രങ്ങളിൽ. പിന്നെ അതിൽ ചിലർ ഇങ്ങനെ കേട്ടതായി പറയുന്നു. നമ്പൂതിരിയാണോ എന്ന് തിരിച്ചറിയാനാണ് ഈ പോകുന്നത് എന്ന് പറഞ്ഞു. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഹിന്ദു ആചാര വിഷയങ്ങളിൽ മുഖ്യമന്ത്രി അനാവശ്യമായി കൈകടത്തുന്നു എന്നതാണ് NSSന്റെ വിമർശനം. മറ്റു മതങ്ങളുടെ ആചാരങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളി. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്. അവരുടെ ആചാരമനുസരിച്ച് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ? പക്ഷെ അത് അവരുടെ ആചാരം അനുസരിച്ചുള്ളതാണ്. മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്. വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ശബരിമല സ്ത്രീ പ്രവേശനത്തിന് പിന്നാലെ ഹിന്ദു ആചാര വിഷയങ്ങളെ ചൊല്ലി NSS പിണറായി പോരിന് വഴി തുറക്കുന്നത് കൂടിയാണ് ഷർട്ട് വിവാദം. ശിവഗിരി മഠത്തിന്റെ നിലപാട് കൂടി NSS ജനറൽ സെക്രട്ടറി ചോദ്യം ചെയ്യുന്നതിലൂടെ വിവാദം മറ്റൊരു തലത്തിലേക്കും വളരുന്നു. ഹിന്ദു ആചാര രീതികളിൽ മുഖ്യമന്ത്രി കൈകടത്തുന്നു എന്നാരോപിച്ച് നേരത്തെ BJP രംഗത്തു വന്നിരുന്നു. ഷർട്ട് വിവാദത്തിൽ ഇതുവരെ നിലപാട് പറയാത്ത കോൺഗ്രസിനും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, News 18.
ക്ഷേത്രാചാര രീതികളിൽ പരിഷ്കരണം വേണമെന്ന് പറയാൻ ജി സുകുമാരൻ നായരേക്കാൾ യോഗ്യത തനിക്കുണ്ടെന്ന് ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ തിരിച്ചടിച്ചു. 100 വർഷം പുറകോട്ടാണ് സുകുമാരൻ നായർ ചിന്തിക്കുന്നത്. ഷർട്ട് ധരിച്ച് പ്രവേശനം അനുവദിക്കണമെന്ന് മാത്രമല്ല, എല്ലാ മതവിഭാഗക്കാരെയും ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിക്കണമെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. പരിഷ്കാരം സംബന്ധിച്ച് അഭിപ്രായം പറയുവാൻ ശ്രീനാരായണ ഗുരുവിന്റെ അനുയായി എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ള ധാർമ്മികമായ ചുമതലയുണ്ട്, കടമയുണ്ട്, കടപ്പാടുണ്ട്. സുകുമാരൻ നായരെ പോലെയുള്ള പല ആളുകള് ഇപ്പോഴിത് അംഗീകരിക്കുന്നില്ല. അവര് 100 വർഷം പുറകോട്ടാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ സുകുമാരൻ നായരേക്കാൾ കൂടുതൽ അഭിപ്രായ പ്രകടനം നടത്താനുള്ള ധാർമ്മികമായ ചുമതല എനിക്കുണ്ട് എന്ന് സുകുമാരൻ നായർ ധരിച്ചാൽ കൊള്ളാം. മന്നം തുറന്നു കൊടുത്ത ക്ഷേത്രത്തിൽ ഉടുപ്പിട്ടു ഇട്ടാതെയും കയറുന്നുണ്ട്. അപ്പൊ സുകുമാരൻ നായർ പറയുന്നത് മന്നത്തിന്റെ അഭിപ്രായത്തിന് വിപരീതമായിട്ടാണ്. മന്നം ജയന്തി സമ്മേളനത്തിൽ പരസ്പരം പുകഴ്ത്തി രമേശ് ചെന്നിത്തലയും ജി സുകുമാരൻ നായരും. NSSുമായുള്ള തന്റെ ബന്ധം ആര് വിചാരിച്ചാലും മുറിക്കാനാകില്ലെന്ന് രമേശ് ചെന്നിത്തല. ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യൻ ചെന്നിത്തലയാണെന്നായിരുന്നു സുകുമാരൻ നായരുടെ പ്രശംസ. വർഷങ്ങൾക്ക് ശേഷം NSS വേദിയിൽ VIP ആയി എത്തിയ രമേശ് ചെന്നിത്തലയെ കൊട്ടും കുരവയുമായാണ് NSS സ്വീകരിച്ചത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അഡ്മിഷൻ ലഭിക്കാൻ സഹായിച്ച NSSനെ ഓർത്തുകൊണ്ടായിരുന്നു പ്രസംഗം. തകരാത്ത ആത്മബന്ധമാണിതെന്ന് ചെന്നിത്തല. ഞാനിതെന്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മഹാന്മാരായ നിരവധി വ്യക്തികൾ, രാജീവ് ഗാന്ധി മുതൽ ഡോക്ടർ S രാധാകൃഷ്ണൻ ഉൾപ്പെടെ മുൻ രാഷ്ട്രപതിയായ KR നാരായണനും C K കരുണാകരനും ഉജ്ജ്വല നേതൃത്വങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്ത ഈ വേദിയിൽ എനിക്കൊരവസരം കിട്ടിയതിന് NSSനോടും എന്റെ ജനറൽ സെക്രട്ടറിയോടും പൂർണ്ണമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. മന്നം ജയന്തി ചെന്നിത്തലയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് ചില മാധ്യമങ്ങൾ വിവാദമാക്കിയതായി ജി സുകുമാരൻ നായർ പറഞ്ഞു. കോൺഗ്രസ് നേതാവായല്ല ചെന്നിത്തലയെ ക്ഷണിച്ചത്. സമുദായാംഗമായ ചെന്നിത്തലയെ ചേർത്തുപിടിച്ച് ജി സുകുമാരൻ നായരുടെ പ്രസംഗം. കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടായതാണെങ്കിൽ അവരെ തിരുത്തണം. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തതയാണ്. K മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും K സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കളും മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്ന് ജി സുകുമാരൻ നായർ പറയുമ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള ഉന്നത പദവിയിലിരിക്കുന്നവരെ മറികടന്നാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തവണ മന്നം ജയന്തി വേദിയിൽ അവസരം നൽകിയത്. 1.5 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ NSSന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ വ്യക്തമാണ്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം പെരുന്നയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. സംസ്ഥയുടെ കൂടുതൽ പരിപാടികളിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കും. മഞ്ചേരി ജാമിയ ഇസ്ലാമിയയുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 11-നാണ് മഞ്ചേരി ജാമിയ ഇസ്ലാമിയയുടെ 35ാം വാർഷിക സമ്മേളനം. ജാമിയ സൂര്യയിലെ വേദിക്ക് പിന്നാലെയാണ് ചെന്നിത്തല ജാമിയ ഇസ്ലാമിയയിലേക്ക് എത്തുന്നത്. വയനാട് പുനരധിവാസ ടൗൺഷിപ്പ് വരുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെന്റ് ഭൂമിയെ നൽകൂ എന്ന കടുംപിടുത്തം സർക്കാരിനില്ലെന്ന് മന്ത്രി കെ രാജൻ. ദുരന്തം നടന്ന മേഖലയിലെ ഏതൊക്കെ ഭൂമി ഉപയോഗിക്കാം എന്നതിൽ അടുത്ത മാസം തീരുമാനമെടുക്കും. അനാഥരാവില്ലാരും, അനാഥരാക്കാൻ പറ്റില്ല. കാരണം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. കടബാധിതരെയും അനാഥരാക്കാൻ പറ്റില്ല. ചെയ്യാവുന്നതെന്ത്? പുനരധിവാസം വേണ്ട ആളുകളുടെ ലിസ്റ്റ് ജനുവരി പകുതിയോടെ തയ്യാറാകും. ടൗൺഷിപ്പുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന എൽസ്റ്റൺ, നെടുമ്പാല എസ്റ്റേറ്റുകളിലെ വിവിധ പരിശോധനകൾ ദിവസങ്ങൾക്കകം പൂർത്തീകരിക്കും. ഫെബ്രുവരിയോടെ സമയബന്ധിതമായി എന്നേക്ക് പുനരധിവാസം പൂർത്തിയാക്കാനാകുമെന്നും പ്രഖ്യാപിക്കും. എത്ര ഭൂമി ഓരോ കുടുംബങ്ങൾക്കും അനുവദിക്കുമെന്ന കാര്യത്തിൽ സർക്കാരിന് കടുംപിടുത്തങ്ങളില്ലെന്നും മന്ത്രി പറഞ്ഞു. ഭൂമിയുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഒരു ഇരുമ്പുലക്കയിൽ തീരുമാനം നിൽക്കാതെ ഏറ്റവും ഫ്ലെക്സിബിളായി ആ കാര്യത്തിൽ ഏറ്റവും അമിക്കബിളായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും വിധം ആ കാര്യം ഉണ്ടാകും.
263 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 35 പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാവർക്കും മരണാനന്തര സഹായം ലഭ്യമാക്കാൻ ജനുവരി മാസം തന്നെ അന്തിമ റിപ്പോർട്ട് നൽകും. ഇതിനു പുറമെ മരണ സർട്ടിഫിക്കറ്റ് കൂടി ലഭ്യമാക്കാനുള്ള നടപടികൾ 1 മാസം കൊണ്ട് പൂർത്തീകരിക്കും. ആ കടങ്ങൾ എഴുതി തള്ളാൻ കേന്ദ്ര ഗവൺമെന്റ് എന്തിനും അടിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ സെക്ഷൻ 13 പ്രകാരം ഇനി ആരോടും ചോദിക്കണ്ട, അല്ലേ? NDMA ഒരു യോഗം ചേർന്ന് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച് ഇവിടുത്തെ കടങ്ങൾ എഴുതി തള്ളണമെന്ന് ശുപാർശ ചെയ്താൽ ദേശസാൽകൃത ബാങ്കുകൾക്ക് ഒരു വഴിയില്ല. അവലോകന യോഗത്തിന് ശേഷം എൽസ്റ്റൺ നെടുമ്പാല എസ്റ്റേറ്റുകൾ കൂടി സന്ദർശിച്ചാണ് മന്ത്രി തിരിച്ചുപോയത്. ന്യൂസ് 18 വയനാട്. കലൂരിൽ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLAയ്ക്ക് അപകടമുണ്ടായ സംഭവത്തിൽ മൃദംഗാവിഷൻ ഉടമ നികോഷ് കുമാറിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഓസ്കർ ഇവന്റ് മാനേജിംഗ് പ്രൊപ്രൈറ്റർ PS ജനീഷ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് ഹാജരായില്ല. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മൃദംഗാവിഷന്റെ ബാങ്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചു. അതിനിടെ ആശുപത്രിയിലുള്ള ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഇന്ന് പുറത്തുവന്ന ദൃശ്യങ്ങൾ അത് സംഘാടകരുടെ ഭാഗത്തു നിന്ന് എത്രത്തോളം ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത് എന്ന് വെളിവാക്കുന്നതായിരുന്നു. ഇപ്പോൾ എന്തായാലും മൃദംഗാവിഷന്റെ ഉടമയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഒപ്പം ഇനിയുള്ള നിയമ നടപടികൾ ഏതൊക്കെ തരത്തിലായിരിക്കും പുരോഗമിക്കുക, ഒപ്പം ഉമാ തോമസിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി. അശ്വതി, നികോഷ് കുമാറിന്റെ ചോദ്യം ചെയ്യൽ 3 മണിക്കൂർ പിന്നിടുന്നുണ്ട്. കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് 2 മണിക്ക് തന്നെ ഹാജരാകണം, അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നികേഷ് കുമാർ കൃത്യമായി ഹാജരായി. പക്ഷേ ജനേഷ് ആകട്ടെ ആരോഗ്യ പ്രശ്നം മൂലം ഹാജരാകില്ല എന്നാണ് അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട കേസുകളാണ് നികോഷ് കുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒന്ന്, ഈ ഉമാ തോമസ് വീഴുന്നതിനിടയാക്കിയ ഈ സ്റ്റേഡിയം നിർമ്മാണത്തിലെ അപാകത. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ നൽകിയ പരാതി, വലിയ രീതിയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന രക്ഷിതാക്കളുടെ പരാതി. ഇങ്ങനെ 2 കേസുകളാണ് നിലനിൽക്കുന്നത്. ഈ 2 കേസുകളിലും ജാമ്യമില്ലാത്തത് കൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് കടക്കാനായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്നാലും ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് GCയുടെ അടക്കം റിപ്പോർട്ട് പ്രകാരം ഈ ഒരു അധികമായിട്ടുള്ളൊരു സ്റ്റേജ് നിർമ്മാണത്തിന് കൃത്യമായിട്ടുള്ള അനുമതി വാങ്ങിയിരുന്നില്ല. അതോടൊപ്പം ഒരു പരിശോധന പോലും നടത്താതെയാണ് ഇത്രയും ആളുകളെ തിങ്ങി നിർത്തിക്കൊണ്ട് ഈ ഒരു സ്റ്റേജ് പണിതതെന്ന് കൂടിയാണ് ദൃശ്യങ്ങളടക്കം വ്യക്തമായിരിക്കുന്നത്. ഇതിൽ വിശദമായിട്ടുള്ള എന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താത്തത്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്താതെ അനുമതി വാങ്ങാതെ ഇങ്ങനെ അഡീഷണൽ ആയ ഒരു സ്റ്റേജ് പണിതത് എന്നതിൽ വിശദീകരണം നികേഷ് കുമാർ കൊടുത്തേ മതിയാകൂ. മറ്റൊന്ന്, ഈ പിരിച്ചെടുത്ത തുകകളെല്ലാം എന്ത് ചെയ്തു, ആരുടെ അക്കൗണ്ടുകളിലേക്കാണ് പോയത്, ആരാണ് ഈ പൈസകളെല്ലാം പിരിച്ചെടുത്തത്, ഓരോരുത്തർക്കും എത്ര ശതമാനം വീതം ലാഭം കിട്ടി, ഇതെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിലൊരു കള്ളപ്പണം വെളുപ്പിക്കലടക്കം നടന്നിട്ടുണ്ടോ എന്നൊരു സംശയവും പോലീസ് ഉന്നയിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ കല്യാൺ സിൽക്സ് വരെ വിശദീകരണം നൽകിയിരുന്നു. കല്യാൺ സിൽക്സ് ഉൾപ്പെടെ ഈ മൃദംഗാവിഷൻ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഇതിൽ കൃത്യമായി പറയുന്നത് ഈ ഇത്രയും തുക 320 രൂപ മുതൽ രൂപയ്ക്കാണ് ഈ സാരികൾ, ഈ കോസ്റ്റ്യൂം നൽകിയത്. പക്ഷേ മൃദംഗാവിഷൻ ആയിക്കോട്ടെ 1600 രൂപയാണ് ഒരു വസ്ത്രത്തിന് കുട്ടിയിൽ നിന്നും ഈടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും കിട്ടിയ ലാഭം അവരെന്ത് ചെയ്തു? കോടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലാഭം കിട്ടിയത്. ഇതെല്ലാം എന്ത് ചെയ്തു എന്നതും കൃത്യമായി നികോഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ രേഖകൾ അടക്കം സമർപ്പിച്ചേ മതിയാകൂ. മറ്റൊന്ന്, ഇനി കൂടുതൽ അറസ്റ്റുകളിലേക്കൊക്കെ സാധ്യതയുണ്ട്. ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി. ഇതിന്റെ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡറായി മൃദംഗാവിഷൻ ഉയർത്തിക്കാട്ടിയത് ദിവ്യ ഉണ്ണിയായിരുന്നു. പക്ഷേ ദിവ്യ ഉണ്ണി ഇന്നലെ രാത്രിയോടുകൂടി അമേരിക്കയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുമെന്നൊക്കെ അന്വേഷണ സംഘം പറയുന്നതിനിടയിലാണ് ഈ മടക്കം. ഇനി ഓൺലൈനായിട്ടൊക്കെ ചോദ്യം ചെയ്യൽ നടക്കുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ശരി, നവമി ദിനേശാണ് വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം കലൂരിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് വേദിയിൽ നിന്ന് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കസേരയിൽ ഇരുന്ന ഉമാ തോമസ് മറ്റൊരു സീറ്റിലേക്ക് മാറുമ്പോഴാണ് അപകടം. പരിപാടിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഗുരുതരമായ അലംഭാവമാണ് പരിപാടിയിൽ കണ്ടതെന്ന് ദൃക്സാക്ഷിയായ ബിജി ഹിലാലും പ്രതികരിച്ചു. കലൂരിലെ നൃത്ത പരിപാടിക്കിടെ ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നടുക്കുന്നത്. ഉമാ തോമസിനോട് മറ്റൊരു സീറ്റിലേക്ക് മാറാൻ സംഘാടകരിൽ ഒരാളായ സിജോയ് വർഗീസ് നിർദ്ദേശിക്കുകയായിരുന്നു.
സമീപത്തുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയെ മറികടന്നു പോകുമ്പോഴാണ് അപകടം. നടക്കാനിടമില്ലാത്ത വിധമാണ് വേദി ഒരുക്കിയിരിക്കുന്നത് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. നൃത്തപരിപാടിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് മന്ത്രി സജി ചെറിയാൻ ആവർത്തിച്ചു. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുവെന്നും നിയമാനുസൃത നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ഇതിന്റെ മുൻവശത്ത് ബാരിക്കേഡുകൾ ഉറപ്പിച്ച് നല്ല തരത്തിൽ അപകടം ഉണ്ടാകാത്ത തരത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. അതുണ്ടായില്ല. അതുപോലെ അത്ര ഹൈറ്റ് ഓരോ സ്റ്റേജിന് വേണ്ടത്ര സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നമ്മൾ കഴിഞ്ഞില്ലെന്നുള്ളത് വസ്തുതയാണ്. അപകടത്തിൽ പ്രതികളായ സംഘാടകരെ ഒരു മന്ത്രി സംരക്ഷിക്കുന്നതായി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. മന്ത്രി സജി ചെറിയാൻ, സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ തന്നെ ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എത്ര പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ കാല് വെച്ച് ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ പോലും കഴിയാത്തൊരു സ്റ്റേജാണ്. അവർക്ക് തന്നെ ഇത് അപകടമുണ്ടാകും എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. സജി ചെറിയാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ്. പിന്നീടാണ് പിറ്റേ ദിവസം അദ്ദേഹം തിരുത്തി പറഞ്ഞത് സംഘാടകർക്ക് പിഴവുണ്ടായില്ല എന്ന്. അത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ്. തട്ടിക്കൂട്ടിയുണ്ടാക്കിയ സ്റ്റേജിൽ നടത്തിയ പരിപാടിക്കിടെയുണ്ടായ അപകടത്തിന് ഉത്തരവാദിത്വം പറയേണ്ടത് സർക്കാരാണെന്ന് എറണാകുളം MLA TJ വിനോദ്. നഗരത്തിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട ആളുകൾ അണിനിരുന്ന ആ വേദി ഇത്രയും ലാഘവ ബുദ്ധിയോടുകൂടി നിർമ്മിച്ചു എന്നുള്ളത്, അതിന് അനുമതി കൊടുത്തു എന്നുള്ളത് എങ്ങനെ പരിശോധിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വസ്തുത. ഗുരുതരമായ അലംഭാവം പരിപാടിയിൽ കണ്ടെന്ന് വ്യക്തമാക്കിയ ദൃക്സാക്ഷി ബിജി ഹിലാൽ GCDAയ്ക്കും സംഘാടകർക്കും വീഴ്ച സംഭവിച്ചുവെന്നാരോപിച്ചു. അവിടെ നടന്നിരിക്കുന്ന അപാകതയുള്ള ഒരു നിർമ്മാണമോ അല്ലെങ്കിൽ GCDAയുടെ അനുമതി ഇല്ലാതെ നടന്ന ഒരു നിർമ്മാണമോ ആണെങ്കിൽ തീർച്ചയായും അതിനെ പൊളിച്ചു മാറ്റാൻ വരെ GCDAയ്ക്ക് അവകാശമുള്ളതാണ്. നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദം കത്തിനിൽക്കെ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് തിരിച്ചു. ഇന്നലെ രാത്രി 11:30 കൊച്ചി വിമാനത്താവളം വഴിയാണ് അമേരിക്കയിലേക്ക് പോയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡിൽ നിക്ഷേപം നടത്തിയതിലാണ് ആരോപണം. എന്നാൽ ധനമന്ത്രി KN ബാലഗോപാൽ ആരോപണം തള്ളി. നടന്നത് ബിസിനസ് ഡീലായിരുന്നുവെന്നും ടെൻഡർ വിളിച്ച് തന്നെയാണ് നിക്ഷേപം നടത്തിയതെന്നും മുൻ ധനമന്ത്രി TN തോമസ് ഐസക്കും പ്രതികരിച്ചു. അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള RCFL എന്ന കമ്പനിയിലാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 60 കോടി 80 ലക്ഷം രൂപയുടെ നിക്ഷേപം നടത്തിയത്. 2018 തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കെയാണ് ഇത് നടന്നത്. പലിശ ഉൾപ്പെടെ 101 കോടി രൂപ തിരിച്ചു കിട്ടേണ്ട സ്ഥാനത്ത് കമ്പനി പൂട്ടിയതോടെ 7 കോടി 9 ലക്ഷം രൂപ മാത്രമാണ് KFCക്ക് തിരികെ കിട്ടിയതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. തകർച്ചയിലായിരുന്ന കമ്പനിയിൽ നിക്ഷേപം നടത്തിയത് ഭരണ നേതൃത്വത്തിലുള്ളവരുടെ ഒത്താശയോടെയെന്ന് പ്രതിപക്ഷ നേതാവ്. അനിൽ അംബാനിയുടെ RCFL, അതായത് റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചു. റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് RCFL 19/4/2018 നടന്ന KFCയുടെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ പണം നിക്ഷേപിച്ചത്. KFCക്കെതിരായ അഴിമതി ആരോപണം തള്ളി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ രംഗത്തെത്തി. നിക്ഷേപം നടത്തുന്ന സമയത്ത് ഉയർന്ന റേറ്റിംഗിലായിരുന്നു അനിൽ അംബാനിയുടെ RCFL എന്ന് ധനമന്ത്രി വ്യക്തമാക്കി. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തു എന്നാണ് എൻ്റെ ധാരണ. അത് നിയമവിരുദ്ധമായി നമ്മുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുകളെല്ലാം കേരളത്തിലെ ഒരു നിയമാനുഷ്ഠാനത്തിലല്ല. ഇത് സെൻട്രൽ ആക്ടാണ്. സെൻട്രൽ ആക്ട് അനുസരിച്ചിട്ടാണ് ഈ KFCയും എല്ലാ ഫിനാൻഷ്യൽ കോർപ്പറേഷനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന നിലയിൽ ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് നിയമം അത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. AA റേറ്റിംഗ് ഉള്ള കമ്പനിയിൽ ടെൻഡർ നടപടികൾ ഉറപ്പുവരുത്തിയാണ് നിക്ഷേപം നടത്തിയതെന്നാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വിശദീകരണം. നേതാവ് VD സതീശന്റെ ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അഴിമതി സംബന്ധിച്ച ആരോപണങ്ങൾ ഉണ്ടയില്ല വെടികളാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ തയ്യാറാണ്. നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് മുംബൈ ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചുമതലയേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും സത്യപ്രതിജ്ഞയ്ക്കെത്തി. I,
Rajendra Vishwanath Arlekar, do swear in the name of God that I will faithfully execute the office of Governor of Kerala. ലളിതമെങ്കിലും പ്രൗഢമായ ചടങ്ങിൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറായി സ്ഥാനമേറ്റെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്, മന്ത്രിമാർ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവർ പുതിയ ഗവർണർക്ക് ആശംസകൾ അർപ്പിച്ചു. രാജ്ഭവനിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന ചടങ്ങുകൾ കഴിഞ്ഞ കുറേ നാളുകളായി പിരിമുറുക്കം നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു. എന്നാൽ പുതിയ ഗവർണറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അതിനും മാറ്റം വരുത്തി. തികച്ചും സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. മുൻ RSS നേതാവായ രാജേന്ദ്ര ആർലേക്കർ ബീഹാർ ഗവർണറായിരുന്നു. കേരളത്തിൽ ആർലേക്കറുടെ മുൻഗാമിയായ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി. സംസ്ഥാന സർക്കാരുമായി നിരന്തരം പോർമുഖം തുറന്ന ആരിഫ് മുഹമ്മദ് ഖാന് പകരക്കാരനായി വന്നത് വ്യക്തമായ സംഘപരിവാർ ആഭിമുഖ്യമുള്ള ആർലേക്കറാണ്. എന്നാൽ സർക്കാരുമായി ഏറ്റുമുട്ടൽ തൻ്റെ ശൈലിയല്ലെന്നും സർക്കാരിനെ സഹായിക്കുക മാത്രമാണ് ഉത്തരവാദിത്വമെന്നും അദ്ദേഹം വ്യക്തമാക്കിയത് പിണറായി സർക്കാരിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഗവർണറെ പരമാവധി പിണക്കാതെ സമമായ പാതയിൽ മുന്നോട്ട് പോകാനാകും സർക്കാരിൻ്റെ ശ്രമം. 17-ന് നിയമസഭാ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് തുടങ്ങേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ S. ജയചന്ദ്രൻ നായർ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ബംഗളൂരുവിൽ മകന്റെ വസതിയിലായിരുന്നു അന്ത്യം. സമകാലിക മലയാളം വാരികയുടെ സ്ഥാപക പത്രാധിപരാണ്. 1997-ൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പ് സമകാലിക മലയാളം വാരിക തുടങ്ങിയപ്പോൾ പത്രാധിപരായി ചുമതലയേറ്റു. 2013 വരെ മലയാളം വാരികയിൽ പ്രവർത്തിച്ചു. കലാകൗമുദി വാരികയുടെ പത്രാധിപരായിരുന്നു. പത്രാധിപർ, തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ, നിരൂപകൻ എന്നീ നിലകളിൽ ശ്രദ്ധ നേടി. മലയാളത്തിലെ മാഗസിൻ ജേർണലിസത്തിന് പുതിയ മുഖം നൽകിയ അതികായനാണ്. ഷാജി N. കരുൺ സംവിധാനം ചെയ്ത പിറവി, സ്വം എന്നീ ചിത്രങ്ങളുടെ കഥ ജയചന്ദ്രൻ നായരുടേതാണ്. ഈ ചിത്രങ്ങളുടെ നിർമ്മാണവും അദ്ദേഹം നിർവഹിച്ചു. കണ്ണൂർ ശ്രീകണ്ഠാപുരം വളകയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ച അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധ. ബസിന്റെ ബ്രേക്കിന് തകരാറുണ്ടെന്ന ഡ്രൈവറുടെ വാദം മോട്ടോർ വാഹന വകുപ്പ് തള്ളി. മോട്ടോർ വാഹന വകുപ്പ് 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. അപകടത്തിൽ മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ S. രാജേഷിന് സഹപാഠികളും അധ്യാപകരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ശ്രീകണ്ഠാപുരം വളക്കയിൽ ഇന്നലെ വൈകിട്ടാണ് വിദ്യാർത്ഥിനിയുടെ ജീവനെടുത്ത അപകടമുണ്ടായത്. ബ്രേക്കിന്റെ തകരാറാണ് ബസ് മറിയാൻ കാരണമായതെന്നായിരുന്നു ഡ്രൈവർ നിസാമുദ്ദീന്റെ വാദം. ഇക്കാര്യം അപ്പാടെ തള്ളുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. പരിശോധനയിൽ ബ്രേക്കിന് ഒരു തകരാറുമില്ലെന്ന് കണ്ടെത്തി. ബസ് മറിഞ്ഞ സമയത്ത് നിസാമുദ്ദീൻ മൊബൈൽ ഉപയോഗിച്ചതായി സംശയമുണ്ട്. ബസ് മറിഞ്ഞ അതേ സമയം തന്നെ നിസാമുദ്ദീന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് അപ്ലോഡായതാണ് സംശയത്തിന് വഴിവെച്ചത്. സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് കല്ലിൽ ഇടിച്ച ശേഷമാണ് ബസ് മറിഞ്ഞതെന്ന് കണ്ടെത്തി. അപ്പോൾ ഇതിൻ്റെ സ്പോട്ട് പരിശോധിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സ്പോട്ട് ഇപ്പോൾ ഇതൊരു 300 മീറ്ററോളം ഇറക്കമുള്ള ഒരു റോഡാണ്. സ്റ്റീപ്പായ ഇറക്കവും വളവും വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ ടയർ മാർക്കുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു കല്ലിന് പിറകിൽ ടയർ ഇടിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്പോട്ട് മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്. ഇനിയിപ്പം വാഹനത്തിന്റെ വിശദമായ പരിശോധന നടത്തുന്നതാണ്. അപകടത്തിൽ മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ S. രാജേഷിന്റെ മൃതദേഹം ചിന്മയ സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ 100 കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സഹപാഠിയുടെ വേർപാട് താങ്ങാനാകാതെ കൂട്ടുകാരും അധ്യാപകരും വിതുമ്പി. ന്യൂസ് 18 കണ്ണൂർ. കൊല്ലം ചക്കുവള്ളിയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനിടെ അപകടം. ഗർഭിണി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. 2 ബസ്സുകളും ജീവനക്കാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭരണിക്കാവ് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടമാണ് അപകടത്തിനിടയാക്കിയത്. രാവിലെ 7:56 പുറപ്പെടേണ്ട ബസ് 2 മിനിറ്റ് വൈകി പുറപ്പെട്ടതാണ് തർക്കത്തിന് കാരണം. വഴി മാറി നൽകാൻ 2 ബസ്സുകളും തയ്യാറായില്ല. ഇതോടെ മത്സരയോട്ടമായി. ഇതിനിടെ മുന്നിൽ പോയ ബസ് ബ്രേക്കിട്ടു. ഗർഭിണിയടക്കം 3 സ്ത്രീകൾ തെറിച്ചു വീണു. ശൂരനാട് സ്വദേശിനി ജോസി ജോസ്, കല്ലട സ്വദേശിനി ലിജി, പോരുവഴി സ്വദേശിനി ഗീത എന്നിവർക്കാണ് പരുക്കേറ്റത്. എന്താ പറ്റി? ഇതോടെ തടിച്ചുകൂടിയ നാട്ടുകാർ സ്വകാര്യ ബസ് തടഞ്ഞു. പോലീസിൽ വിവരമറിയിച്ചു.
ശൂർനാട് പോലീസ് 2 ബസ്സുകളും ജീവനക്കാരെയും കസ്റ്റഡിയിലെടുത്തു. പ്രദേശത്ത് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ന്യൂസ് 18 കൊല്ലം. തമിഴ്നാട് ഡിണ്ടിഗലിൽ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. കോഴിക്കോട് സ്വദേശികളായ ശോഭന എന്നിവരാണ് മരിച്ചത്. 7 പേർക്ക് പരിക്കേറ്റു. മധുര മീനാക്ഷി ക്ഷേത്രം സന്ദർശിച്ച് ശ്രീരംഗത്തേക്ക് പോകും വഴിയായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഡിണ്ടിഗൽ പുതുപ്പട്ടി ഡിവിഷന് സമീപം റോഡരികിലെ മയിൽക്കുറ്റിയിലിടിച്ച് നിയന്ത്രണം വിട്ട് സമീപത്തെ പാലത്തിന്റെ ബാരിക്കേഡിൽ ഇടിക്കുകയായിരുന്നു. വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ചുപോയി. പരിക്കേറ്റവരെ മധുര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കരിപ്പൂർ വിമാനത്താവളത്തിൽ കാർ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിൽ വ്യാപക തട്ടിപ്പ്. സമയം തിരുത്തിയും വാഹനങ്ങളുടെ സീറ്റിന്റെ എണ്ണം പെരുപ്പിച്ച് കാണിച്ചുമാണ് തട്ടിപ്പ് നടത്തുന്നതെന്ന് യാത്രക്കാർ പറയുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം വിഷയം ചർച്ചയായതോടെ TV ഇബ്രാഹിം MLA വിമാനത്താവളത്തിലെത്തി തട്ടിപ്പ് കൈയോടെ പിടികൂടി. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വിഷയം ചർച്ചയായതോടെയാണ് TV ഇബ്രാഹിം MLA കരിപ്പൂരിലെത്തിയത്. വിമാനത്താവളത്തിലെത്തിയ MLAക്ക് തട്ടിപ്പ് ബോധ്യമായി. We got so many complaints from the passengers. No. As per the complaint, I visited there for examine that whether it is correct or not. The complaint is very clear. യാത്രക്കാരെ ചൂഷണം ചെയ്യുക, സമയം ഡിഫറൻസ് ആക്കുക, എന്നിട്ട് അതിന്റെ പേരിൽ 272 രൂപ വരെ ടാക്സിക്കാരുടെ വാങ്ങിക്കുന്നുണ്ട്. We raising the matter that your time is very different. You purposefully and tremendously you changed the time. യാത്രക്കാരെ ടെർമിനലിന് മുന്നിൽ നിന്ന് കയറ്റിയും ഇറക്കിയും വരുന്ന വാഹനങ്ങൾ 13 മിനിറ്റിനുള്ളിൽ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഫീസ് നൽകേണ്ടതില്ല. എന്നാൽ ഇവരിൽ നിന്നടക്കം മിനിമം 40 രൂപ പാർക്കിംഗ് ഫീ വാങ്ങുന്നുവെന്നാണ് പരാതി. എന്നാൽ ഇതിന് രസീത് പോലും പലപ്പോഴും നൽകാറില്ല. തുക നൽകാൻ തയ്യാറാകാത്ത യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. എൻട്രി പാസിലും തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും പാസിൽ രേഖപ്പെടുത്തുന്ന സമയവും യഥാർത്ഥ സമയവും മാറ്റമുണ്ടെന്നും യാത്രക്കാർ പറയുന്നു. എൻട്രി പാസിൽ 5 മിനിറ്റ് കൂടുതലാണ് രേഖപ്പെടുത്തുന്നത്. ഇതിനു പുറമെ വാഹനത്തിന്റെ സീറ്റിന്റെ എണ്ണത്തിലാണ് മറ്റൊരു തട്ടിപ്പ്. തനിക്ക് ലഭിച്ച രസീതിൽ പ്രവേശന സമയം കൃത്യമായി രേഖപ്പെടുത്തിയെന്നും എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ 3 മിനിറ്റ് കൂടുതലായി രേഖപ്പെടുത്തിയതായും MLA പ്രതികരിച്ചു. 8 മിനിറ്റായ സമയത്ത് എന്നോട് പറയാണ് 13 മിനിറ്റായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവർ പുറത്തേക്കാണ് ഒരു ഡിജിറ്റൽ ക്ലോക്ക് സ്ഥാപിച്ചുകൊണ്ട് ആ ഡിജിറ്റൽ ക്ലോക്കിൽ ഞാൻ യഥാർത്ഥ സമയമായി 3.5 മിനിറ്റ് കൂടുതൽ കാണിക്കുന്നുണ്ട്. അധിക തുക ഈടാക്കിയതോടെ വിമാനത്താവളത്തിൽ വാക്കേറ്റവും പതിവായിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. അതേസമയം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്നും പാർക്കിംഗ് തർക്കമുണ്ടായി. ഉംറ തീർത്ഥാടകനായ വള്ളുവമ്പ്രം സ്വദേശി റാഹിദിനാണ് മർദ്ദനമേറ്റത്. ടോൾ ജീവനക്കാരൻ മർദ്ദിച്ചുവെന്നാണ് പരാതി. പാർക്കിങ്ങിന് കൂടുതൽ ചാർജ് ഈടാക്കുന്നത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം. ഇവിടുത്തെ അവസ്ഥയാണ്. ഇവന്റെ കൈ പുറത്തുള്ള വണ്ടി ഇവര് അടിച്ചിട്ട് വണ്ടി നോക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഡേറ്റ് 1/1/2025. പിറ്റേ ദിവസമാണ് ഇവരുടെ അമേരിക്കയിലെ ന്യൂ ഓർലിയൻസിൽ വാഹനം ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറ്റിയ സംഭവം തീവ്രവാദ ആക്രമണമെന്ന് FBI. ആക്രമണത്തിൽ മരണസംഖ്യ 15 ഉയർന്നു. സംഭവത്തിൽ 35 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. ന്യൂ ഓർലിയൻസിൽ പുതുവർഷാഘോഷത്തിനിടയിൽ ജനക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റിയത് ടെക്സസ് സ്വദേശിയായ ഷംസുദ്ദീൻ ജബ്ബാർ, 42കാരൻ. US സൈന്യത്തിൽ 13 വർഷം സേവനം നടത്തിയാൾ. പ്രതി ഓടിച്ചിരുന്ന ട്രക്കിൽ നിന്ന് IS പതാക കണ്ടെടുത്തതായും FBI വ്യക്തമാക്കി. ഷംസുദ്ദീൻ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചിരുന്നു. പ്രതി നടത്തിയ ആക്രമണത്തിൽ 2 പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. കേസ് ഭീകരാക്രമണമായാണ് അന്വേഷിക്കുന്നത്. പ്രതി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ ISൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആക്രമണം എന്ന് വ്യക്തമാകുന്നു. സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് വീഡിയോ പങ്കുവച്ചത്. ആക്രമണം നടത്തിയ വാഹനത്തിൽ നിന്ന് സ്ഫോടകശേഷിയുള്ള വസ്തുക്കളും കണ്ടെടുത്തു. സ്ഫോടക വസ്തുക്കൾ വെച്ചത് 3 പുരുഷന്മാരും 1 സ്ത്രീയും ചേർന്നാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഷംസുദ്ദീൻ ജബ്ബാർ 2009 അഫ്ഗാനിസ്ഥാനിൽ വിന്യസിച്ച സൈന്യത്തിന്റെ ഭാഗമായിരുന്നു. 2020 ഔദ്യോഗികമായി വിരമിക്കുന്നത്. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനും അമേരിക്കൻ ജനതയ്ക്ക് ഭീഷണിയില്ലെന്ന് ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ന്യൂ ഓർലിയൻസിലെ ഭീകരാക്രമണവും ലാസ് വേഗസിലെ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന് പുറത്തുണ്ടായ സ്ഫോടനവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായും ബൈഡൻ വ്യക്തമാക്കി. ട്രംപിന്റെ ഹോട്ടലിന് പുറത്ത് ടെസ്ല സൈബർ ട്രക്കാണ് പൊട്ടിത്തെറിച്ചത്. ഒരാൾ മരിക്കുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊളറാഡോയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ട്രക്ക് ബുധനാഴ്ച രാവിലെയാണ് നഗരത്തിലെത്തിയത്.
ഹോട്ടലിന് മുന്നിൽ കവാടത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ നിന്ന് ആദ്യം പുക ഉയർന്നു, പിന്നീട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കഴിഞ്ഞ വർഷത്തെ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് 4 താരങ്ങൾ അർഹരായി. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ്, പുരുഷ ഹോക്കി ടീം നായകൻ ഹർമൻപ്രീത് സിംഗ്, പാരാലിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് പ്രവീൺ കുമാർ എന്നിവർക്കാണ് പുരസ്കാരം. മലയാളി നീന്തൽ താരം സജൻ പ്രകാശ് ഉൾപ്പെടെ 32 പേർ അർജുന പുരസ്കാരത്തിനും അർഹരായി. ഒളിമ്പിക്സ് ഷൂട്ടിംഗ് വെങ്കല മെഡൽ ജേതാവ് മനു ഭാക്കർ, ചെസ് ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ്, ഇന്ത്യൻ ഹോക്കി താരം ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്കാണ് രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ ഖേൽരത്ന പുരസ്കാരം. പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റലിൽ വെങ്കലം നേടി മനു ഭാക്കർ ചരിത്രമെഴുതുകയായിരുന്നു. ഷൂട്ടിംഗ് വ്യക്തത വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്രവും മനു ഭാക്കർ സ്വന്തം പേരിലാക്കി. പിന്നാലെ 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീമിനത്തിലും താരം വെങ്കലം നേടി ഷൂട്ടിംഗ് റേഞ്ചിൽ ഇന്ത്യയുടെ അഭിമാന താരമായി. നേരത്തെ മനു ഭാക്കറുടെ പേര് ഖേൽരത്ന പുരസ്കാരത്തിന് പരിഗണിക്കാതിരുന്നത് വിവാദമായിരുന്നു. ഇതിനെതിരെ മനുവിന്റെ പരിശീലകൻ ജസ്പാൽ റാണയും പിതാവ് രാംകിഷനും രംഗത്തെത്തിയെങ്കിലും കൃത്യസമയത്ത് അപേക്ഷിക്കാഞ്ഞത് തന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്ന് മനു ഭാക്കർ വിശദീകരിച്ചിരുന്നു. സിംഗപ്പൂരിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ചൈനീസ് ചെസ് താരം ഡിങ് ലിറനിനെ തോൽപ്പിച്ചാണ് ഗുഗേഷ് ലോക ചാമ്പ്യനായത്. ഇതോടെ ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഈ 18-കാരൻ സ്വന്തമാക്കി. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ വെങ്കലത്തിലേക്ക് നയിച്ചിരുന്നു. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും വെങ്കലം നേടിയ ടീമിൽ ഹർമൻപ്രീത് അംഗമായിരുന്നു. പാരാ അത്ലറ്റായ പ്രവീൺ കുമാർ 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ സ്വർണം നേടിയിരുന്നു. 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ വെള്ളിയും നേടി. മലയാളി നീന്തൽ താരം സജൻ പ്രകാശ് അർജുന പുരസ്കാരത്തിന് അർഹനായി. 17 പാരാലിമ്പിക് താരങ്ങൾ ഉൾപ്പെടെ 32 പേരാണ് അർജുന പുരസ്കാരത്തിന് അർഹരായത്. മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ എസ് മുരളീധരൻ പരിശീലന രംഗത്തെ മികവിനുള്ള ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹനായി. ഈ മാസം 17-ന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റ് നാളെ സിഡ്നിയിൽ തുടങ്ങാനിരിക്കെ ഇന്ത്യയ്ക്ക് വേണ്ടി നായകൻ രോഹിത് ശർമ്മ കളിക്കില്ലെന്ന അഭ്യൂഹം. നെറ്റ്സ് പരിശീലനത്തിലടക്കം സജീവമല്ലാത്തതാണ് രോഹിത് വിട്ടുനിൽക്കുമെന്ന അഭ്യൂഹത്തിന് കാരണം. രോഹിത് കളിക്കുമെന്ന കാര്യത്തിൽ സ്ഥിരീകരണം നൽകാൻ പരിശീലകൻ ഗൗതം ഗംഭീറും തയ്യാറായില്ല. അതേസമയം ടീമിലെ ചർച്ചകൾ പുറത്തു പോകരുതെന്ന് ഗംഭീർ നിർദ്ദേശിച്ചത് വാർത്തയായിട്ടുണ്ട്. നാളെ സിഡ്നിയിലാണ് 5ാം ടെസ്റ്റ് തുടങ്ങുന്നത്. പരമ്പരയിൽ ഓസീസ് 2-1 മുന്നിലാണ്. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,150 രൂപ, പവന് 57,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,930 രൂപ, പവന് 47,440 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ, കിലോഗ്രാമിന് 94,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. അനുശ്രീ എത്തും. നമസ്കാരം.